എൻ്റെ പേര് ജോസ്മി. ഞങ്ങൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ജൂലൈ 1 2023 ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്ക് 6 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അപ്പം വീട്ടുകാരും എല്ലാവരും പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലാണ്. 3 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് റിസൾട്ടൊന്നും വരാതിരുന്നപ്പം ഭയങ്കരമായിട്ട് സങ്കടം വന്നു. അപ്പോൾ അന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടും പ്രാർത്ഥന വലിയ കാര്യമായിട്ട് ഇങ്ങോട്ടേക്കും കയറിയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ഹസ്ബൻഡ് ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പം പറഞ്ഞ് കുടുംബത്തിൽ നിന്ന് ഒരാൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് ഭർത്താവും ഇവിടെ വന്നിരുന്ന് കുർബാനയിൽ പങ്കുകൊണ്ട് ധ്യാനം കണ്ടു. എന്നിട്ട് ഡിസംബറിൽ തിരിച്ചെത്തിയപ്പോഴത്തേന് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഓൾറെഡി. എന്നിട്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ് മന്തിലൊക്കെ എന്നും ബ്ലീഡിങ് ആണ്. ഓരോ വട്ടവും ബ്ലീഡിങ് വരുമ്പോഴും പേടിയാണ്, കുട്ടീനെ കിട്ടുമോ ഇല്ലയോ. പിന്നെ ആണെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ ഒരിക്കലും ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായി. കാരണം ഞാൻ ഓർത്തു ഞാൻ സാക്ഷ്യം പറയത്തില്ല എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും സ്റ്റാർട്ടിങ് മന്തിൽ ബ്ലീഡിങ് ആകുമ്പോഴും പിന്നെ 3rd month 4th month ആയപ്പോഴത്തേനും ഒരു വട്ടം സിവിയർ ബ്ലീഡിങ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്ലാസെൻ്റയിൽ ക്ലോട്ട് ഉണ്ട്, അപ്പം ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര പാടായിരുന്നു, നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു, ബെഡിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് ഒരു ടെസ്റ്റ് കൂടെ ചെയ്തപ്പം കൊച്ചിനാണെങ്കിൽ എന്തോ അനോമലി എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം. അത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22 കുഞ്ഞ് ജനിച്ചു. ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് ജനിച്ചു. അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് ഇയർ ഒന്നും വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് പറയണം എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഏറ്റായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴും എനിക്ക് പേടിയുണ്ടായിരുന്നു പറയാൻ. അപ്പം അവിടുത്തെ ബ്രദർ പറഞ്ഞു സാരമില്ല, ഇവിടുന്ന് ഏറ്റതല്ലേ, കുഴപ്പമൊന്നുമില്ല, അമ്മ മാതാവിൻ്റെ അടുത്തല്ലേ, ഒരു പ്രശ്നവുമില്ല, ഉടമ്പടി വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് മാതാവിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അന്ന് സൗദിയിലായിരുന്നു. എനിക്ക് അവിടെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം കേസിന് വേണ്ടിയായിരുന്നു. കുറേ പ്രാർത്ഥിച്ചിട്ടൊന്നും ആയില്ല. അവിടുത്തെ സൗദിയിലെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് അല്ലായിരുന്നു. ഒരു കുഞ്ഞിന് ബോണിന് ഫ്രാക്ചർ ഉണ്ടായി. എൻ്റെ ടൈമിലല്ല, എൻ്റെ നെക്സ്റ്റ് ഷിഫ്റ്റിലാണ് ഉണ്ടായത്. പക്ഷേ പ്രീവിയസ്ലി ആരാ കുഞ്ഞിനെ നോക്കി എന്നൊക്കെ പറഞ്ഞ് അതിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് ആ സിസ്റ്ററുടെ ഇൻവെസ്റ്റിഗേഷനിൽ വരണം എന്ന് പറഞ്ഞു. അവിടുത്തെ സാധാരണ കേസുകളൊന്നും പെട്ടെന്ന് ക്ലോസ് ആവാറില്ല. അപ്പം ഓരോ വട്ടവും നാട്ടിൽ വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് സൗദിയിലെ ആരെങ്കിലും സിറ്റിസൺഷിപ്പ് ഉള്ള ആരുടെയെങ്കിലൊക്കെ ജാമ്യത്തിൽ വേണം നാട്ടിൽ വെക്കേഷന് വരാൻ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വട്ടവും നാട്ടിൽ വരുന്നത്. അപ്പം ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു നിന്നെ മിസ്റ്റേക്ക് ഇല്ലെങ്കിലും നീ ഇനി തിരിച്ചു വരണ്ട, കാരണം വൺസ് ഇവിടെ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ വിശ്വസിച്ചു എനിക്ക് കുഴപ്പമൊന്നും പറ്റത്തില്ല. കാരണം 4 വർഷം ഞാൻ അവിടെ NICUയിൽ നിന്നാണ്. അപ്പോൾ എക്സ്പീരിയൻസ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ വിശ്വസിച്ച് മമ്മി ഇവിടെ ഉടമ്പടി എടുത്തപ്പം ശരിയാവുന്നു. ഒരു വട്ടം വെക്കേഷൻ കഴിഞ്ഞ് ലാസ്റ്റാണ് ഇനി എനിക്ക് തിരിച്ച് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്നു. പക്ഷേ ഞങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വിധി വന്നു. പക്ഷേ പാരൻസ് അതിൽ തൃപ്തിയല്ലെന്ന് പറഞ്ഞ് വീണ്ടും റീകേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. റീകേസ് കൊടുത്തെന്ന് പറഞ്ഞാലും കുറേ വർഷം വീണ്ടും നീണ്ടുപോകും. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് നീ എന്തിനാ വീണ്ടും വെക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന്, നിന്നോട് പറഞ്ഞല്ലായിരുന്നു നീ നാട്ടിൽ തന്നെ നിന്നാൽ മതി, ഇങ്ങോട്ട് തിരിച്ചു വന്ന് നിങ്ങൾക്ക് ആർക്കും ഫേവർ ചെയ്ത് ഇവിടുത്തെ ലോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അവിടെ നിന്നൊരു സിസ്റ്റർ വിളിച്ചു പറഞ്ഞു അവർക്ക് എന്താണെന്ന് അറിയത്തില്ല, അവർ ഇനി ഇൻവെസ്റ്റിഗേഷന് പോകുന്നില്ല, അവർ കേസ് ഡ്രോപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അവരുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. കുഞ്ഞിന് ആക്ച്വലി ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു, അത് അവർക്കും അറിയാം. പക്ഷെ അവർ കേസിന് പോവാമെന്ന് പറഞ്ഞു. കേസിന് പോയാൽ വർഷങ്ങളോളം എടുക്കും അവിടുത്തെ കേസൊന്ന് കഴിഞ്ഞ് കിട്ടാൻ. പിന്നെയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞങ്ങൾ അവിടെ പള്ളിയിലും പിന്നെ ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലും ഹോസ്പിറ്റലിൽ പറ്റുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ പോവുകയും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഫുഡ് ഉണ്ടാക്കാനൊന്നും ആ സമയത്ത് സാധിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായിച്ചിട്ടുണ്ട്. കാശായിട്ടും തുണിയായിട്ടും വസ്ത്രങ്ങളായിട്ടും ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, 1000 നന്ദി.